ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ബ്രൈറ്റൻ ആവോ, നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഉണ്ടാവോ, അല്ലെങ്കിൽ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുള്ളത്. ജസ്റ്റ് 1 വീക്ക് യൂസ് ചെയ്തപ്പോഴേക്കും എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. സ്കിൻ ഇത് വൈറ്റനിങ് ചെയ്യുന്നുണ്ട്. ഇത് വേസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് 250 രൂപ വെള്ളത്തിലായി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. അതായത് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഒരുപാട് ഹൈപ്പിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. വാസ്ലിൻ്റെ 3 വേരിയൻസും ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം മാത്രം ചൂസ് ചെയ്തു? അതിനുള്ള ആൻസർ ഞാൻ ഇപ്പോൾ തരാം കേട്ടോ. അതായത് ഈ 3 വേരിയന്റും നല്ല വൈറലായിട്ട് പോയിക്കോട്ടെ, പക്ഷെ ഈ ഒരു സാധനത്തിനാണ് കൂടുതൽ ഫാൻ ബേസ് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ വൈറ്റൻ ആവും, ബ്രൈറ്റൻ ചെയ്യും, അതേപോലെ തന്നെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ ഓടിപ്പോയി ഒരു പ്രോഡക്റ്റ് വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. ആൻഡ് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാതയോൺ ആണ്. ഈ ഗ്ലൂട്ടാതയോൺ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടെ ചാടി വീഴും. ഇപ്പം പ്രത്യേകിച്ച് പണ്ടും ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടാണ് ഈ ആക്ടേഴ്സ് ഒക്കെ തന്നെ അവരുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ ഗ്ലൂട്ടാതയോണിന്റെ പുറകെ ഇത്രയും ആൾക്കാർ ഓടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ABC ജ്യൂസ് ആണെങ്കിലും മറ്റ് സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആളുകൾ അങ്ങോട്ട് ഓടി പോകാറുണ്ട്. അപ്പോൾ അതന്നെയാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നതും. ഗ്ലൂട്ടാതയോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എല്ലാം വൈറലായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ഗ്ലൂട്ടാതയോൺ, നൈസിഡമൈഡ്, ഗ്ലിസറിൻ, അതേപോലെ ഹൈലറോണിക് ആസിഡ്, പിന്നെ പാരബിൻസ് അടങ്ങിയിട്ടുണ്ട്, പെട്രോളിയം ജെല്ലി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഗ്ലൂട്ടാതയോൺ, ഹൈലറോണിക് ആസിഡ്, നൈസിഡമൈഡ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലിസറിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്, അതായത് മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റും. കുറച്ച് ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ കാണാൻ പറ്റും. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പാരബിൻസ്, ഫ്രാഗ്രൻസ്, ആൽക്കഹോൾ, ഇങ്ങനത്തെ പ്രോഡക്റ്റ് എല്ലാം തന്നെ. ആൻഡ് ചില ആൾക്കാർ പാരബിൻസ് എന്ന് കേട്ടാൽ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങില്ല. പക്ഷെ പാരബിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റിലൊക്കെ പാരബിൻ ഫ്രീ എന്ന് കാണും, വളരെ നല്ലത്. പക്ഷെ പാരബിൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് ഒരിക്കലും മോശമാവാൻ പോകുന്നില്ല. പാരബിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു പ്രിസർവേറ്റീവിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പാരബിൻ തന്നെ ആവണമെന്നൊന്നുമില്ല. എന്നാലും നിങ്ങളിപ്പോൾ പാരബിൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തേക്ക്, അതിൽ പാരബിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രാഗ്രൻസിൻ്റെ കാര്യം, അതായത് ചില ആളുകൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള നോസ്ട്രിൽസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കൂടുതലായിട്ടുള്ള സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തലവേദന എടുക്കും. അതുപോലെ ഒരുപാട് ഫ്രാഗ്രൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ്, കുട്ടി കുട്ടി ബംസ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക, എന്നിട്ട് ഡിസൈഡ് ചെയ്യുക വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഈ പ്രോഡക്റ്റ് കാണുന്ന സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് വാസ്ലിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാ ഹയ എന്ന് പറയുന്ന ഒരു സെറം ഇൻ ലോഷൻ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അതായത് സെറവും അല്ല ലോഷനും അല്ല, അതിൻ്റെ ഇടയിലുള്ള കൺസിസ്റ്റൻസി വരുന്നത്. ഒരു മോയ്സ്ചറൈസർ പോലത്തെ കൺസിസ്റ്റൻസി അല്ല. സോ ചില ആളുകളൊക്കെ ഇതിൽ മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷൻസും ഇതിൽ കൊടുത്തിട്ടില്ല. ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല, ബോഡിയിൽ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഇവർ പറയുന്നില്ല. സോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഇത് 10x മോർ പവർഫുൾ ദാൻ ദ വിറ്റാമിൻ സി എന്ന് പറയുന്നുണ്ട്. അതായത് വിറ്റാമിൻ സി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എത്രത്തോളം ബ്രൈറ്റൻ ചെയ്യുമോ അതിനും 10 ഇരട്ടിയായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവും, അല്ലെങ്കിൽ വൈറ്റൻ ആവും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആൻഡ് ഇത് നോൺ സ്റ്റിക്കി ഫോർമുലയാണെന്ന് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് ബൂസ്റ്റഡ് വിത്ത് ഗ്ലൂട്ടാ ഗ്ലോ ടെക്നോളജി വിത്ത് 10x ഈ സെയിം കാര്യം തന്നെ നമ്മുടെ സ്കിൻ ഡൾനെസ് എല്ലാം കുറയ്ക്കുന്നുണ്ട്. വാസ്ലിൻ ഓൾസോ ഹെൽപ്പ് ടു റെഡ്യൂസ് എ കോസ് ഓഫ് ഡൾ സ്കിൻ, അതായത് ഡൾനെസ് കുറയ്ക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. പിന്നെ ഹൈലറോൺ ഈസ് ബൂസ്റ്റ് ദ സ്കിൻ മോയ്സ്ചർ ഫോർ ഡൂയി സ്കിൻ. ഒന്നുമില്ല, ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി മോയ്സ്ചർ ലോക്കായിട്ട് ഇരിക്കും, അത്രേ ഉള്ളൂ. ആൻഡ് മൂന്നാമത്തെ ഇതിൽ നൈസിഡമൈഡ് അടങ്ങിയിട്ടുണ്ട്. അതും 10x ആക്റ്റീവ് ആയിട്ടുള്ള നൈസിഡമൈഡ് ആണ് ഇതും അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഒരു ഗ്ലോ തരുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് നാലാമത്തെ കാര്യം വാസ്ലിൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ അതുപോലെ തന്നെ നിൽക്കുമെന്നും പറയുന്നുണ്ട്. സോ ഈ 4 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ കാര്യങ്ങളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി ശരിക്കും ഇത്രയും കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഞാനൊരു 7 ദിവസം ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ, അതിനുശേഷം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം.
ഫസ്റ്റ് ഡേ ഒരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് സ്കിന്നിലാവുമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, കുറേ പേര് ഫേസിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ഡേ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഡേ 2 ഓഫ് യൂസിങ് വാസ്ലിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാഹയ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ഇത് ഈ ഒരു കുട്ടി ഇങ്ങനെ ഒരു ബംസ് പോലെ, ഈ കുട്ടി കുട്ടി ഇങ്ങനെ കുരുക്കൾ വരില്ലേ, അതേപോലെ ഒരു സാധനം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഇതുണ്ടായിരുന്നില്ല. ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലായിരുന്നു ഇത് ഇന്ന് ഒരു നൈറ്റ് കൊണ്ട് വന്ന സംഭവമാണ്. മേ ബി ഇത് യൂസ് ചെയ്തതിൻ്റെ എഫക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെ ബ്ലെയിം ചെയ്യുന്നില്ല. ബട്ട് ലെറ്റ്സ് ട്രൈ. സെക്കൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പണി കിട്ടി എന്നുള്ളത്. കാരണം പിമ്പിൾസൊക്കെ 1-2 വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിമ്പിൾസ് വരാൻ തുടങ്ങും, പിന്നെ കുട്ടി കുട്ടി കുരുക്കൾ പോലെയൊക്കെ വരാൻ തുടങ്ങും. അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു കേട്ടോ. പക്ഷേ തേർഡ് ഡേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇല്ല, പിമ്പിൾസ് ഒന്നും കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല സ്കിന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഫോർത്ത് ഡേ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. സ്കിന്ന് സോഫ്റ്റ് ആവുക മാത്രമല്ല, കാരണം ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ കുട്ടി കുട്ടി ബംസ് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കിട്ടില്ലായിരുന്നു. ആൻഡ് ദ 5th ഡേ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടോ. അതെൻ്റെ ഫേസിൽ കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദേ അന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ 6th ഡേയോട് കൂടി ഇത് അത്യാവശ്യം എൻ്റെ സ്കിന്നിലൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടോ. ഡേ 6 ഓഫ് യൂസിങ് വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കിന്നിലുള്ള ഡൾനെസ് കുറച്ചിട്ടുണ്ട്, സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ഡേ 1 ഡേ 6 കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ആ ഒരു ബ്രൈറ്റൻ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ആൻഡ് മൂന്നാമത്തെ സ്കിന്നിലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലായിട്ട് സ്കിന്നിൽ കുറച്ചൊരു ഗ്ലോയി എഫക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഇത് അത്രത്തോളം ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്നില്ല. നിങ്ങളൊരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ കൂടി ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് മാത്രം ബെയർലി അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇതിന് മേലെയായിട്ട് കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ഏതെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഡേ 7 ഓഫ് യൂസിങ് വാസ്ലിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാഹയ. ഓക്കെ, ഒരു കാര്യം എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലെൻഡ് ചെയ്യുന്ന എളുപ്പമാണ്. അതായത് ചില ക്രീംസൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ നേരം ഇങ്ങനെ ആക്കി ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് ആ പ്രശ്നമില്ല. ഭയങ്കര വാട്ടറി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുമുണ്ട്. അപ്പോൾ അതെനിക്ക് അങ്ങനെ ഇത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഫൈനലി മൈ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പ്രോഡക്റ്റ് ആഫ്റ്റർ യൂസിങ് ഫോർ എ വീക്ക്. അത് അത്രയും പറയാം. അതായത് ഫസ്റ്റ് ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര ഒരു ഷോക്കായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ചില പ്രോഡക്റ്റ്, ചില ഫ്രാഗ്രൻസ് ഒക്കെ അടങ്ങിയുള്ള പ്രോഡക്റ്റ് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. പിമ്പിൾസ് മാത്രമല്ല, കുട്ടി കുട്ടി കുരുക്കൾ പോലെ ഉണ്ടാവില്ല, നമ്മുടെ നെറ്റിയിൽ കുരുക്കൾ വരിക, ഈ ഭാഗത്ത് കുരുക്കൾ വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ്ലി ട്രൈ ചെയ്ത പ്രോഡക്റ്റിലൊന്നും എനിക്ക് ആ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് പിമ്പിൾസ് വന്നു. എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴും ആ പാടുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ആയിട്ട് കുട്ടി കുരു പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, പ്രോഡക്റ്റ് വേണ്ട, വെക്കണോ, എൻ്റെ സ്കിന്നിൽ സെറ്റ് ആവുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു 1 വീക്ക് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഫുള്ളി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ ഇത് യൂസ് ചെയ്ത് സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും എനിക്ക് രാവിലെ പിമ്പിൾസ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിന്നിന് ഇത് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു അത് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് റിവ്യൂ ചെയ്യണമല്ലോ എന്തായാലും, അതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ആ പിമ്പിൾസിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആ പിമ്പിൾ വന്ന് തന്നെ പിന്നെ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നത്തിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്തേക്കാം. കാരണം ചില ആളുകൾക്ക് ഇപ്പോൾ എനിക്ക് വന്ന് പോയ പോലെ മേ ബി വന്ന് പോയേക്കാം. പക്ഷെ ചില ആളുകൾക്ക് പിന്നെയും കുരുക്കൾ പൊന്തുക എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിന് ഒരു സാധനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ തന്നെ നല്ലത്. അല്ലാതെ അത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആക്കരുത്. പിന്നെ ഇതിൻ്റെ മോയ്സ്ചറൈസിങ് എഫക്റ്റ്, ആ ഒരു കീ പോയിന്റിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, നൈസിഡിമൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹാപ്പിനെസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മോസ്റ്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിലെല്ലാം ഞാൻ ഈ ഒരു നൈസിഡിമൈഡ് എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ സ്കിന്നിന് ഭയങ്കര സൂപ്പറായിട്ട് ആ 2 പ്രോഡക്റ്റും വർക്കൗട്ട് ആവും. അത് മാത്രമല്ല എൻ്റെ ഒരു ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് അടങ്ങിയിട്ടുള്ള കൂടുതൽ സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത് എൻ്റെ സ്കിന്നിൽ നല്ലോണം മോയ്സ്ചർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഈ പ്രോഡക്റ്റ് എന്നെ ശരിക്കും നിരാശപ്പെടുത്തി. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മളൊരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പോലത്തെ ഒരു ഫീൽ കിട്ടും. പക്ഷേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നില്ല. മറ്റേ സിനിമയിൽ പറയണ പോലെ, നസ്രിയ പറയുന്ന പോലെ എനിക്ക് ആ ഫീലിംഗ് വന്നില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ. ആൻഡ് ഫസ്റ്റ് ഡേ എനിക്ക് തോന്നി ഇത് വേസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. 250 രൂപ വെള്ളത്തിലായി എന്നാണ് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ചുമ്മാ നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഫീലേ ഉള്ളൂ. അതിന് മേലെ എന്തായാലും ഒരു മോയ്സ്ചറൈസർ എനിക്ക് അപ്പം യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുശേഷം പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മോർണിംഗ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തേക്കാം. കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിൽ ഇപ്പോൾ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൽ അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം ഇതിനുള്ളിൽ വരണ്ടേ. പക്ഷെ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് മെൻഷൻസും ഇതിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ ഒരു പ്രശ്നത്തിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക കേട്ടോ ഇതിന് ശേഷം. അതല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ബ്രൈറ്റൻ ആവോ, നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഉണ്ടാവോ, അല്ലെങ്കിൽ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുമോ, സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ്, ഇത് സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം എൻ്റെ day 1 മുതൽ day 7 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കൂ. കാരണം അതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ സ്കിൻ ബ്രൈറ്റൻ ആയി, എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്തു. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ അങ്ങനെ ഒരു സാധനം അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് ഇത് അപ്ലൈ ചെയ്തിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്, സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും അത് വർക്കൗട്ട് ആവുന്ന ടൈം പീരീഡ് വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ എനിക്കൊരു 1 വീക്ക് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റി. ചില ആളുകൾക്ക് ചിലപ്പോൾ 2 വീക്സും 3 വീക്സും ഒക്കെ എടുത്തുനിന്ന് വരാം. ചില ആളുകൾക്ക് മന്ത്സ് എടുത്തുനിന്ന് വരാം ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു സാധനം ഇത് പറയുന്നുണ്ടെങ്കിലും അത് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും, വാസ്ലിൻ ഉള്ളതുകൊണ്ട് സ്കിൻ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു സാധനം ബിഗ് നോ ആണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ള ആൾക്കാർക്കും അത് ബിഗ് നോ. ഓക്കെ, ഇനി നൈസിരിമാർ ഉള്ളതുകൊണ്ട് സ്കിൻ ഭയങ്കര റേഡിയൻറ്റ് ഗ്ലോ കിട്ടുന്നുള്ളത് അത് ശരിയാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോയി ആയിട്ട് മാറുന്നുണ്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ കുറച്ച് പേരുടെ ഡൗട്ടായിരുന്നു ഇത് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നുണ്ടോ, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ പിഗ്മെൻറ്റേഷൻ അത്യാവശ്യം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ വിറ്റാമിൻ സി, കോജിക് ആസിഡ് സെറംസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ദിവസം എടുക്കും. ഇപ്പോൾ കോജിക് ആസിഡ് സെറം യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ കുറച്ച് പെർസെൻറ്റേജ് കോജിക് ആസിഡ് സെറം ആണെങ്കിലും ഇപ്പോൾ വിറ്റാമിൻ സി ഒക്കെ 5% ഒക്കെയാണ് ഞാൻ 2%, 5% ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം ആണെങ്കിലും നമുക്ക് പെട്ടെന്നൊന്നും ആ ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആയിട്ട് പോവില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴും ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല പേഴ്സണലി. ആൻഡ് എനിക്ക് തോന്നുന്നു 1 വീക്കല്ലേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പിഗ്മെൻറ്റേഷൻ കുറയുന്നുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇത് വാങ്ങണോ വേണ്ടേ എന്നൊക്കെ ഉള്ളതും. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ എനിക്ക് ആ 1 വീക്കിൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കിൻ കുറച്ചുകൂടി സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് പ്രശ്നങ്ങളുള്ളതായിട്ട് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. 1 വീക്കിൽ എനിക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫർദർ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഞാൻ 1 മന്ത് ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഭയങ്കര ഹൈപ്പിൽ പോകുന്ന പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യണമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.